ഡബിങ്ങിന് പോയാലോ? 6 മണിക്കായിരുന്നു എൻ്റെ ഡബിങ് ഷെഡ്യൂൾ ചെയ്തത്. ഞാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോൾ, അതായത് ഒരു 6:30 ആയപ്പോഴാണ് നമ്മൾ സ്റ്റുഡിയോയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തേക്ക് നമ്മുടെ ഡബിങ് പോസ്റ്റ്പോണ്ട്. ഇന്നിനിപ്പോൾ വീട്ടിലേക്ക് എത്താൻ ലേറ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് അജന്യയുടെ അപ്പാർട്ട്മെന്റിൽ കൂടി. അപ്പോൾ അവൾ റീസെന്റ് ആയിട്ട് ചെയ്തൊരു ട്രെയിലർ എന്നെ ഇങ്ങനെ കാണിച്ചു തരായിരുന്നു. നിങ്ങളും കണ്ടുനോക്ക്. എനിക്ക് കണ്ടുപിടിക്കാൻ ഇഷ്ടം. അജു ഇതിൽ മാത്രമല്ല അവതാറിൽ വരെ ഡബ് ചെയ്തിട്ടുണ്ട്. അലിയ ഭട്ടിനും നിത്യ മേനോനും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡബിങ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾക്ക് ഈ അസൈൻമെന്റ്സ് ഒന്നും വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പേപ്പറും പേനയും ഒക്കെ ആയിട്ടാണ് വന്നത്. ആൻഡ് കൊക്കോകോള ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. കുറച്ച് സമയം എടുത്തെങ്കിലും അസൈൻമെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നലെ പോസ്റ്റ്പോണ്ട് ചെയ്ത ഡബിങ് ഇന്നാണ്. സോ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി നമ്മൾ നേരെ സ്റ്റുഡിയോയിലെത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു രാവിലെ എണീക്കാൻ. പിന്നെ ഏറ്റ കാര്യം ഭംഗിയായിട്ട് നടത്തണമെന്നല്ലേ, ഫുഡൊന്നും കഴിക്കുന്നതല്ല. നേരെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ആയിട്ടൊരു സാലഡ് ഓർഡർ ചെയ്ത്, ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ അടുത്ത സെക്ഷൻ ഓഫ് ഡബിങ്ങിന് കയറി. ഞാനിങ്ങനെ ഡബ് ചെയ്യാൻ തുടങ്ങിയെന്ന് അറിയണ്ടേ? ഇപ്പൊ അറിയണ്ടെന്നാണെങ്കിലും ഞാൻ പറയും. സംഭവം അജു എന്റെ റൂംമേറ്റ് ആയിരുന്നു. അങ്ങനെ വോയിസ് ടെസ്റ്റ് ചെയ്ത് കയറിയതാണ്. പിന്നെ നമ്മുടെ ഈ സൗണ്ട് ഒക്കെ ആര് റിജക്ട് ചെയ്യാനാ? അപ്പോൾ ഒരു എപ്പിസോഡ് കഴിഞ്ഞു, വീട്ടിൽ പോവാം. അപ്പം നമ്മുടെ വ്ളോഗിംഗ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.